അതുകൊണ്ടാണ് യോഹന്നാൻ 6:63 യേശു പറഞ്ഞത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ചൂണ്ടയിടുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ബൈബിൾ തുറന്നു വെച്ച് ഭയങ്കര പ്രതീക്ഷയോടെ, കൊതിയോടെ, ആഗ്രഹത്തോടെ ഇങ്ങനെ വായിക്കുമ്പം, വായിച്ച വചനങ്ങൾ വാഗൊണ്ട് പിന്നെ ഏറ്റു പറയുമ്പം, അത് വീണ്ടും ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴും, ജോലി സ്ഥലത്ത് പോകുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നീ പോലും അറിയാതൊരു ജീവൻ ഇങ്ങനെ അകത്ത് വ്യാപരിക്കുക. ഒരു ഭയങ്കര ലൈഫ് ഇങ്ങനെ അകത്ത് വ്യാപരിക്കുക. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അനുഗ്രഹീതനാകും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഓ, ഞാനിത് പറയുമ്പോൾ ഐ ആം ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഓ, ഹല്ലേലൂയ. ജീവിപ്പിക്കുന്നത് ഡോളർ അല്ല, ജീവിപ്പിക്കുന്നത് പൗണ്ട് അല്ല, ഒരു പുതിയ വിസയല്ല, പുതിയ രാജ്യമല്ല, പുതിയ സംവിധാനമല്ല. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ശബ്ദമുയർത്തി ആമേൻ പറയാവോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചപ്പം ഈ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം ഇച്ചിരി ലോങ് ആണ്. അത് മുഴുവൻ കർത്താവ് സംസാരിച്ച വചനങ്ങളാണ്. 666 എവിടെ എഴുതിയിരിക്കുന്നത്? 666 എന്ന സംഖ്യ എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിലല്ലേ? വെളിപ്പെടാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ സംഖ്യയോ 666. എന്നാൽ വേദപുസ്തകത്തിൽ വേറൊരു 666 ഉണ്ട്. അത് കൃത്യമായി പറഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകത്തിലെ 666 പോകാൻ പോകുന്ന ആളുകളാണ് യോഹന്നാൻ 6:66. യോഹന്നാൻ 6 അതൊരു 666. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. 666 അല്ലയോ യോഹന്നാൻ 6:66? അതൊരു 666. ഈ വരാനുള്ള 666 പെടാൻ പോകുന്നത് ഈ ടീമാണ്. ഈ വിശ്വാസത്തിൽ നിന്നും ദൈവകൃപയെന്നൊക്കെ വല്ലവനെയും കണ്ട് പിൻവാങ്ങിപ്പോന്നവൻ. എന്താ ഇവര് പിൻവാങ്ങിപ്പോയത്? അതിന്റെ കാരണം കർത്താവ് ഈ യോഹന്നാൻ 6 അതിശക്തമേറിയ വെളിപ്പാട് കൈമാറിയത്. അപ്പം തിന്നാൻ, അത്ഭുതം കാണാൻ, പ്രവചനം കേൾക്കാൻ, ഇതിനൊക്കെയാണ് അവർ വന്നത്. പക്ഷെ അന്ന് കർത്താവ് നിന്ന്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒറ്റ നിപ്പ് നിന്ന് ഭയങ്കരമായിട്ടങ്ങ് വചനം പറഞ്ഞു, വെളിപ്പാട് കൈമാറി. അപ്പൊ പിന്നെ അവർക്ക് യോഹന്നാൻ 6:65 ഇത് ഹേതുവായിട്ട് അത്രയും ഞാൻ നിങ്ങളോട് പറയുന്നത്, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞു. 66-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചതുമില്ല. ഹല്ലേലൂയ. അതൊരു 666 കേട്ടോ. കാരണം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഈ പ്രസൻസിനകത്തുനിന്ന് പോകരുത്. സഭയോട് പറയാൻ കർത്താവ് പറയുന്നു, പ്രസൻസിനകത്തുനിന്ന് പോകരുത്. നിങ്ങളുടെ വണ്ടിക്കകത്താണെങ്കിലും മറ്റ് ചിന്തകളൊക്കെ കയറി വരുന്നെങ്കിൽ അപ്പോഴേ നല്ലൊരു വർഷിപ്പ് സോങ് അതിനകത്ത് പ്ലേ ചെയ്യണം. നിങ്ങളുടെ ആത്മാവിനെ തൊടുന്ന, ദൈവത്തോട് അടുപ്പിക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഉറപ്പിക്കുന്ന പാട്ടുകൾ, മെസ്സേജുകൾ നിങ്ങൾ കേൾക്കണം. എൻ്റെയർ ദ ബൈബിൾ നിങ്ങൾ വായിക്കണം. യെശയ്യാവിന്റെ പ്രവചനം 32:15 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഈ ആത്മാവ് പകരപ്പെട്ട് കഴിയുമ്പോൾ അപ്പോൾ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമാകും. ഈ നിങ്ങളുടെ ലൈഫിന്റെ ആ മരുഭൂമി, വിൽഡർനെസ്, ആ ഡ്രൈനെസ് ഉദ്യാനമാകണം. ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്നാൽ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമാകും. യെശയ്യാ 44:3 വാക്യത്തിൽ വീണ്ടും പ്രവാചകൻ പറയുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും.
ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹം പിടിച്ചോ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇത് പിടിച്ചു. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഈ വാക്യത്തെ സ്വീകരിച്ചോണം. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഈ വാക്യത്തെ സ്വീകരിച്ചോണം. നിന്റെ തലമുറകളുടെ മേൽ അവന്റെ ആത്മാവിനെയും എന്റെ സന്താനത്തിന്റെ മേൽ അവന്റെ അനുഗ്രഹത്തെയും എന്റെ ദൈവം പകരും. ഞങ്ങളുടെ ദൈവദാസന്മാർ ഇന്ന് എന്നെ ആരൊക്കെ ഇപ്പോൾ കേൾക്കുന്നു, സ്വർഗത്തിലെ അപ്പ അവരുടെ സന്തതി മേല് നിന്റെ ആത്മാവിനെയും അവരുടെ സന്താനങ്ങളുടെ മേളിൽ നിന്റെ അനുഗ്രഹങ്ങളെയും അവിടുന്ന് പകരണമേ. അവരുടെ തലമുറകളുടെ മേളിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ആത്മാവിനെയും അവരുടെ സന്താനങ്ങളുടെ മേളിൽ നിന്റെ അനുഗ്രഹങ്ങളെയും അവിടുന്ന് പകരണമേ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ. ആ കൈകളൊന്ന് ഉയർത്തി പാടിയേ. വാഗ്ദത്തം നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ. വാനവും ഭൂമിയും മാറിയിടുമേ, ഈ വചനത്തിനോ ഒരു മാറ്റമില്ല. വാനവും മാറിയിടുമേ, വചനങ്ങൾക്കോ. ഈ വരി ഞാൻ നിങ്ങളെ നോക്കി പാടുക. നിനക്കാ കരുതും അവൻ നല്ലയോ, നിനക്കാ കരുതും അവൻ നല്ലയോ, കഷ്ടങ്ങളിൽ നല്ല തുണയെ കണ്ണുനീരാവൻ തുടയ്ക്കും. എന്റെ കഷ്ടങ്ങളിൽ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമാണ്. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. എൻ്റെ ആത്മാവ് ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, വചനം പറയുന്നു, എൻ്റെ ആത്മാവ് നിന്റെ സന്തതിയുടെ മേൽ വന്നാൽ നിന്റെ സന്തതികളും നിന്റെ സന്താനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിന് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയാൻ. പറഞ്ഞേ, നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഈ നദി ഒഴുകണം. ഈ ഞാനൊരു വാക്യം ഒന്ന് വായിപ്പിക്കുകയാണ്. ഗലാത്യർ 5:25 എഴുതിയിരിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ. അങ്ങനെ ഒരു ജീവിതമുണ്ട്. പറഞ്ഞ അങ്ങനെ ഒരു ജീവിതമുണ്ട്. എങ്ങനെയുള്ള ജീവിതം? ആത്മാവിനാൽ നാം ജീവിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും വേണം. അല്ലാതെ എന്തുവാ? 24-ാമത്തെ വാക്യം നോക്കി. അല്ലാതെ എന്തുവാന്ന്? എന്നാ നോക്കി? ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ഒന്നുകൂടെ പറഞ്ഞ അല്ലാതെ. അതിന് 26-ാം വാക്യം നോക്കി. 26-ാം വാക്യം നോക്കി. അല്ലാതെ നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാ അഭിമാനികളായി നടക്കരുത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നീ സ്പിരിറ്റ് പേഴ്സൺ ആയിരിക്കണം. അന്യോന്യം അസൂയപ്പെട്ടും വൃഥാഭിമാനികളായും പാര വെച്ചും പണി കൊടുത്തും ഒക്കെ പോകുന്ന ഒന്നും സ്പിരിച്വൽ അല്ല. That is not a spirit, that is not a Holy Spirit, that is not a spiritual thing. Let us also walk in the Spirit. Walk in the Spirit. Walk in the Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Walk in the Spirit. അത് മക്കളെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാ ഞാൻ പറഞ്ഞേ,
നമ്മൾ പറയത്തില്ല, എപ്പോഴെങ്കിലും റേഞ്ച് പോകുന്നെന്ന് കണ്ടാൽ, എപ്പോഴെങ്കിലും കണക്ഷൻ പോകുന്നെന്ന് കണ്ടാൽ പെട്ടെന്ന് കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യാൻ ഒത്തിരി വഴികളുണ്ട്. പേഴ്സണൽ പ്രെയർ, പ്രേയിങ് ഇൻ ടങ്സ്, അന്യഭാഷയെ പ്രാർത്ഥന, നല്ല സ്പിരിച്വലായിട്ടുള്ള പാട്ടുകൾ കേൾക്കുക, വർഷിപ്പ് കേൾക്കുക, നല്ല മെസ്സേജുകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ഓടിക്കളയുക. ജോസഫ് ഇറങ്ങി ഓട്ടിയതുപോലെ ഓടിക്കളയുക. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം? ഞാനതിൻ്റെ കാരണം പറയാം. ഈ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കൈവക്കി. എനിക്ക് യേശുവിൻ്റെ അടുത്ത് ചെല്ലണം. ലൂക്കോസ് 2:25 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യെരൂശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. അടുത്ത വാക്യം എല്ലാവരോടും പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം വായിച്ച, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് വാ തുറന്ന് പറഞ്ഞ്, യേശുവിനെ ശിമയോൻ കണ്ടു. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, അങ്ങ് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? 2 കാര്യം ഞാൻ പറയുന്നുള്ളൂ. 2 കാര്യം. ഒന്ന്, പരിശുദ്ധാത്മാവ് അവന്റെ മേലിലുണ്ടായിരുന്നു. 2, അവൻ നടന്നത് ജഡത്തിലല്ല, അവൻ നടന്നത് ആത്മനിയോഗത്തിലാണ്. വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നടന്നവൻ ആത്മാവിനെ നൽകുന്നവന്റെ അടുത്തെത്തി. ഒന്ന് കരമടിച്ച് കർത്ത, ആത്മാവിൽ നടന്നവൻ ആത്മാവിനെ നൽകുന്നവന്റെ അടുക്കലെത്തി. ശിമയോന്റെ കണ്ണ് യേശുവിനെ കണ്ടതിന്റെ പിറകിൽ ഒറ്റ കാര്യം. അന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒഫീഷ്യലി പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലിലും അങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമല്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് ശേഷമാണ് വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും ഇതങ്ങ് ഒഴുകുന്നത്. പക്ഷെ അന്ന് പോലും ശിമയോന്റെ മേലിൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉള്ളവൻ വഴി തെറ്റാതെ, പേരും നാളും ഒന്നും ചോദിക്കാതെ, ഒരു അഡ്രസ്സും എടുക്കാതെ കൃത്യമായിട്ട് നടന്ന് കൃത്യമായിട്ട് ആത്മാവിൽ നടന്ന് ആത്മാവിനെ നൽകുന്നവന്റെ അടുത്തെത്തി. വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നയിക്കണമെങ്കിൽ രണ്ടാമതൊരു കൾച്ചറൂടെ നമുക്ക് ഉണ്ടാകണം. ഇപ്പോൾ 2 കള്ളന്മാരെ കുറിച്ച് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. ഇടത്തും വലത്തും ഒക്കെ പറയുക, എങ്ങനെ ആയിക്കോട്ടെ, ഒരു കള്ളം പറയുന്നത് അവനെ രാഗിയാണ്, അവനെ കളിയാക്കിയാണ്. പക്ഷെ മറ്റൊരാൾ അന്ന് പറഞ്ഞു, നമ്മൾ ഈ തെറ്റിന് യോഗ്യനാണ്, നമ്മൾ ശിക്ഷാവധിയിലാണ് നമ്മൾ, കാരണം നമ്മൾ തെറ്റ് ചെയ്തവരാ, ഇവനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വയം തെറ്റ് സമ്മതിച്ചവനെയാണ് തമ്പുരാൻ തൻ്റെ പർദീസയിൽ ഇരുത്തിയത്. സ്വയം നീതീകരിച്ചവനെ അല്ല. നമ്മൾ സമശിക്ഷാവധിയില്ല, നമ്മൾ തെറ്റ് ചെയ്തവരാ, പക്ഷെ ഇവനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വയം നീതീകരണം അപകടത്തിലേക്ക് പോകുമ്പോൾ സ്വയം കർത്താവെ എന്നോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരെ തമ്പുരാൻ പറയും, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിരിക്കും. അതിന് ആ മനുഷ്യന് കിട്ടിയ ചാൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചാൻസ് തന്നെ, ഫസ്റ്റ് ചാൻസ് ആയിരുന്നു. ഇന്ന് രാത്രിയിൽ എത്ര ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരിക്കലും ഒരു സെൽഫ് റൈറ്റസ്നെസ് യേശുവേ എന്നോട് കരുണയുണ്ടാകണം. ഇവര് ചൊല്ലിക്കൊടുത്തത് പുള്ളി ഏറ്റുവല്ലുമായിരുന്നു. ഈ ചൊല്ലിത്തരുന്നത് ഏറ്റുവല്ലുന്നതല്ല പ്രാർത്ഥന, ഇങ്ങനെ അകത്തുനിന്ന് വരുന്നതാണ് പ്രാർത്ഥന. ഒന്ന് കരം അടിച്ച് കർത്താൻ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവും? പ്രാർത്ഥന നിന്റെ ആത്മാവിൽ നിന്ന് വരണം.
നിന്റെ വേദനയിൽ നിന്ന് വരണം, നിന്റെ ഉള്ളിൽ നിന്ന് വരണം, ദൈവത്തോടുള്ള ആ ഇന്റിമസിയിൽ നിന്ന് വരണം. അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഞാനിന്ന് എന്റെ തെറ്റുകളെ തിരുത്താനുള്ള ഒരു കൃപ തരണം ക്രൂശിന്റെ ചുവട്ടിൽ. അങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒരിക്കലും ഉടന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് ഒരിക്കലും സ്വയനീതീകരണം വേണ്ട, സെൽഫ് റൈറ്റ്യസ്നെസ് വേണ്ട. സെൽഫ് റൈറ്റ്യസ്നെസ് ഭയങ്കര അപകടമാണ്. വെള്ളം എന്നാ ഉള്ളതാ? പക്ഷെ അതിന് നിറമുണ്ടോ, മണോ, രുചിയോ? പക്ഷെ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. വെള്ളത്തിന് രൂപമുണ്ടോ? പക്ഷെ വെള്ളം കൂടാതെ ഒന്നിനും രൂപം ഉണ്ടാവുമോ? പറഞ്ഞു, വെള്ളത്തിന് രൂപമുണ്ടോ? ഇപ്പൊ വെള്ളം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ പിന്നെ വെള്ളത്തിന് എന്തിന്റെ രൂപമാണ്? ഗ്ലാസിന്റെ രൂപം. വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ വെള്ളം പാത്രത്തിന്റെ രൂപത്തിലാവും. എൻ്റെ ചോദ്യം ഇതാണ്, വെള്ളത്തിന് രൂപമില്ല, പക്ഷെ വെള്ളം കൂടാതെ ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും രൂപമുണ്ടോ? നമ്മുടെ ശരീരത്തിന്റെ പകുതിയും നമ്മൾ വെള്ള. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ജീവജാലങ്ങൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം രൂപം. നല്ല റോസാ ചെടി നല്ല രസമായിട്ട് നിൽക്കുന്നു, നല്ല ചെടി നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത്, ഒരു 5 ദിവസം വെള്ളം ഒഴിക്കാൻ നോക്കി, അല്ലെ ഒരാഴ്ച അതിന് വെള്ളം കൊടുക്കാനും നോക്കി, എൻ്റെ രസമൊക്കെ അങ്ങ് പോവും. ആരും മിണ്ടുന്നില്ലല്ലോ. ഇതും അതും ആ പൂ പോലും ഷെയ്പ്പായി നിൽക്കുന്നത്, ആ ചെടി പോലും ഷെയ്പ്പായി നിൽക്കുന്നത് വെള്ളമുള്ളതുകൊണ്ടാണ്. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്ന പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. വെള്ളത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഉറപ്പാ. അതുകൊണ്ടാണ് യേശു കർത്താവും പരിശുദ്ധാത്മാവിനെ ജീവജല നദിയോടുകൂടെ ഉപമിച്ചത്. ഒഴുകുന്ന വെള്ളം. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. നിങ്ങളുടെ സന്തതിമേൽ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന്, നിങ്ങളുടെ സന്താനങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് എന്ത് സംഭവിക്കണം? എൻ്റെ ആത്മാവ് നിന്റെ മക്കളുടെ മേൽ വരണം. വെള്ളത്തിന് കാഴ്ചയിൽ ശക്തിയുണ്ടോ? കാഴ്ചയിൽ ഒരു ശക്തിയില്ല. പക്ഷെ ഈ വെള്ളമാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. വെള്ളത്തിനകത്തുനിന്ന് ഈ പവർ ഉണ്ടായി വരുന്നെങ്കിൽ, ഹല്ലേലൂയ, കറണ്ടിനകത്തുനിന്ന് ഈ റേഡിയോയും മൈക്കും ഉൾപ്പെടെ കേൾക്കുന്നെങ്കിൽ, ഈ എനർജികളുടെ എല്ലാം പുറകിൽ, അതാണ് ആ കിണറ്റിൽ വെള്ളം കോരാൻ വന്ന ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുവാൻ. എത്ര പേർക്ക് വേണോ ആ ജീവനുള്ള വെള്ളം? നീ ദൈവത്തിന്റെ ദാനവും. എവറിത്തിങ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, മൈ ബ്രദർ. ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാന. ഒന്നും ഈ ഭൂമിയിൽ അഹങ്കരിക്കാനില്ല, എല്ലാം ദൈവത്തിന്റെ ദാന. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നാൾ ഓക്സിജൻ ശ്വസിച്ചതിന് തമ്പുരാൻ എന്നാ കൊടുത്താൽ പറ്റും? എല്ലാം കൃത്യമായിട്ടല്ലേ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. എല്ലാം കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ എത്ര അതിശയവും ഭയങ്കരവുമായി അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കണ്ണ് കറക്റ്റായിട്ടല്ലേ വെച്ചിരിക്കുന്നത്? ഈ കണ്ണ് രണ്ടും ഇപ്പുറത്ത് പോയിട്ട് ഈ ചെവി ഇവിടെ വെച്ചിരുന്നുള്ള സ്ഥിതി തന്നെയായിരുന്നു. ഇങ്ങനെ ഇരുന്നേനെ. കൈ എല്ലാം അതിശയവും ഭയങ്കരമായി. കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ കർത്താവ് വസിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നോക്കണം. ദൈവത്തിന്റെ വീട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത്യാവശ്യം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക. ഒത്തിരി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. നിങ്ങളുടെ BP, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. കർത്താവിൻ്റെ ശരീരമാണ്. അത്യാവശ്യം കുറച്ച് എക്സസൈസ് ചെയ്യുക. ഇച്ചിരി നേരം നടക്കാൻ പോവുക. വെള്ളം ഭയങ്കര ശക്തമാണ് പ്രിയപ്പെട്ടവരെ. വെള്ളം ഭയങ്കര പവറുള്ളതാണ്.
അതാ യേശു പറഞ്ഞ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ ലോകപ്രകാരം ഒഴുകുന്ന എല്ലാ നദികൾക്കും പച്ചയുള്ളതിന് കുറച്ചുകൂടെ പച്ചിപ്പ് കൊടുക്കാൻ പറ്റും. ഉറപ്പല്ലേ? വാടി നിൽക്കുന്ന ചെടിക്ക് എന്നാ ഒഴിക്കും? മൂട് വരെ കരിഞ്ഞുണങ്ങിപ്പോയാലോ? പിഴുതുകളയത്തല്ലേ ഉള്ളൂ, ചട്ടി വേസ്റ്റ് ആക്കത്തില്ലല്ലോ, സ്ഥലവും മെനക്കെടുത്തതില്ല, എടുത്തു കളയില്ലേ? ദൈവം ഒഴുക്കുന്ന നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിലെ നദികൾ പച്ച ഉള്ളതിന് കുറച്ചുകൂടെ പച്ചിപ്പ് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ നദിയുടെ പ്രത്യേകത ഉണങ്ങിപ്പോയതിനെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തതിനെ ഈ നദി കിളിപ്പിക്കും. ആ അനുഭവം ഉള്ളവർക്കൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഒരു പ്രതീക്ഷയില്ലാത്തതിനെ ഈ നദി കിളിപ്പിക്കും. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. എല്ലാവരും എന്നെ കേട്ടായി. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശ. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. വെട്ടിയാൽ, ഞാനിന്ന് ഇത് പറയുമ്പോ എൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, വെട്ടിയിട്ടുണ്ടോ പൊട്ടിക്കിളിർക്കാനാണ്. വെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കിളിർത്തിരിക്കും. യേശു കർത്താവ് പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് അധികം ശക്തി വെടിപ്പാക്കുന്നു. നിന്റെ സാമ്പത്തിക മേഖലയെ വെട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളെ പിശാച് ലക്ഷ്യം വെച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ, നീ എഴുതി വെച്ചോ, നീ പൊട്ടിക്കിളിർത്തിരിക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെട്ടാത്ത ഒരു വൃക്ഷവും മുറിക്കാത്ത ഒരു റോസയും പൊട്ടിക്കിളിർത്തിട്ടില്ല. വെട്ടിയിട്ടുണ്ടോ പിശാചേ? നീ ഏതെങ്കിലും ആയുധം ഉപയോഗിച്ച് വെട്ടിയാൽ മറുഭാഗത്തന്നെ പൊട്ടിക്കിളിർപ്പിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. ആത്മാവില്ലാത്ത, കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത, ചെവിയില്ലാത്ത ദൈവത്തിന്റെ സാദൃശ്യത്തിലല്ലല്ലോ ദൈവം വൃക്ഷത്തെ സൃഷ്ടിച്ചേ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിന്നെയും എന്നെയല്ലേ സൃഷ്ടിച്ചേ. വൃക്ഷം അങ്ങനല്ലല്ലോ. ഇതൊന്നും ഇല്ലാത്തൊരു വൃക്ഷത്തിന് പോലും അതിനെ വെട്ടിയാൽ അതിന് ഹോപ്പുണ്ടെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നിന്റെ പ്രത്യാശ എവിടെ പോയി? നിന്റെ പ്രതീക്ഷ എവിടെ പോയി? എന്റെ കർത്താവ് ഈ കുരുകിലിനെക്കായിലും ഈ വൃക്ഷങ്ങളെക്കായിലും വിശേഷതയുള്ളതായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. Never lose your hope. നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ഇനി കേട്ടെ, ഞാൻ വെള്ളം ജീവിപ്പിക്കുന്ന നദി എന്ന വിഷയത്തിലാണ് നിൽക്കുന്നത്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട് മക്കളെ. വെട്ടിയെറിഞ്ഞാലും പൊട്ടിക്കിളിർക്കും. ഇനി പെട്ടെന്ന് വെട്ടി എറിഞ്ഞിട്ട് പൊട്ടിക്കിളിർത്തില്ലെങ്കിലോ? 8-ാമത്തെ വാക്യം വരുന്നുണ്ട്. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണി കെട്ടാലും 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ അത് തളിർവിടും. ഞാൻ പറയുന്നത് ലോകത്തിന്റെ വെള്ളമല്ല, നദിയല്ല. വെട്ടിക്കളഞ്ഞതിനെ, വേര് വരെ ഉണങ്ങിപ്പോയതിനെ പരിശുദ്ധാത്മാവിന്റെ ഒരു ടച്ച് കൊണ്ട് നിന്നെ കിളിർക്കുമാറാക്കുന്ന, ഒരു തൈ പോലെ നിന്നെ തളിർവിടിവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാണിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, ഞാൻ
പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ മറവിടമായി എനിക്കേശുണ്ട്. മറച്ചിടും അവനെന്നെ ചിറകടി മറന്നിടാതിവിടെന്നെ പ്രിയപ്പെട്ടവരെ, ആ വാക്യം അങ്ങ് അകത്തോട്ട് കയറണം. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. ഞാനൊരു വൃക്ഷത്തിന് മുകളിലാണ്. ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ അവന്റെ മകനാണ്, മകളാണ്. ഞാനൊരു വൃക്ഷം പോലെ അല്ല. എനിക്കൊരപ്പായുണ്ട്. എനിക്കൊരപ്പായുണ്ട്. എനിക്ക് സ്വർഗത്തിലൊരപ്പായുണ്ട്. എനിക്ക് ദൈവമുണ്ട്. അവൻ എൻ്റെ അപ്പായ, ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകളാ. ഒരു വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ടെങ്കിൽ, വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കുമെങ്കിൽ, ആത്മാവനോട് ഇങ്ങനെ സംസാരിക്കുന്നു. വെട്ടുകൊണ്ടിട്ടുള്ളവനെല്ലാം പൊട്ടിക്കിളിർത്തിട്ടുണ്ട്. ഇളക്കൊമ്പുകൾ വിടാതിരുന്നിട്ടില്ല. എന്നാൽ വേരുവരെ ഉണങ്ങിപ്പോയെങ്കിൽ, അത് പഴകിയെങ്കിൽ, അതിന്റെ കുറ്റി മണ്ണിൽ ഇങ്ങനെ ദ്രവിച്ചെങ്കിലും, ഇതാ വരുന്നുണ്ട് വെള്ളം. ഒരു പെരുമഴ വരുന്നുണ്ട്. വെള്ളത്തിന്റെ ഗന്ധം അതിന്റെ മേളിൽ അടുക്കുമ്പോൾ, തീർന്നു, കരിഞ്ഞു, കഴിഞ്ഞു എന്ന് പറഞ്ഞത് പ്രതീക്ഷിക്കാത്തൊരു പൊട്ടിക്കിളിർപ്പ്, പ്രതീക്ഷിക്കാത്തൊരു തളിരിടിയിൽ, പ്രതീക്ഷിക്കാത്തൊരു ഫലം കായ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവാ. അത് പൊട്ടിക്കിളിർക്കും. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് അധരങ്ങൾ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, ഓ വിളിച്ച ദൈവം വിശ്വസ്തനോ, വഴിയിൽ വലഞ്ഞു ഞാൻ വിളിച്ച ദൈവം വിശ്വസ്തനോ, വഴിയിൽ വലഞ്ഞു ഞാൻ വരികയില്ല, അവരെന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വരികയില്ല, അവരെന്നെ പിരികയില്ല. ആ കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, ആത്മാവോ ജീവിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിന്റെ മരുഭൂമി ഉദ്യാനമാകാൻ, ഉദ്യാനം വനമായി മാറാൻ നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ. സ്വർഗീയ പിതാവേ, എന്റെ സന്തതിമേൽ നിന്റെ ആത്മാവിനെയും എന്റെ സന്താനത്തിന്റെ മേൽ അനുഗ്രഹങ്ങളെയും അവിടുന്ന് പകരണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആ നദി എന്റെ മേൽ പകരണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആ നദി എന്റെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ജീവിപ്പിക്കണമേ. എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ജീവിപ്പിക്കണമേ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ചില മിനിറ്റുകൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഈ നദി, ഈ ആത്മാവിന്റെ നദി നിന്റെ മക്കളുടെ മേൽ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചതുപോലെ എന്റെ ഭവനത്തിന്റെ മുകളിൽ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ കർത്താവേ. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കം, ആത്മാവിന്റെ പുതുക്കം.
ആത്മാവിന്റെ പുതുക്കം, ആത്മാവിന്റെ പുതുക്കം വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. വാ തുറന്ന് പറയണം, മുട്ടോളം പോരെ കർത്താവേ, അരയോളം പോരെ കർത്താവേ. നീന്തിട്ടല്ലാതെ കയറാൻ കഴിയാത്ത അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ. അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ. കൊതിയായിടുന്നേ. ഓ യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓ യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ. അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ. അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നമ്മുടെ അകത്തെ ദാഹം, നമ്മുടെ അകത്തെ thirst കർത്താവ് കാണട്ടെ. ആത്മാവ് ജീവിപ്പിക്കുന്നു. മകളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം യേശു ക്രിസ്തുവിലുണ്ട്. യേശു ക്രിസ്തുവിലുണ്ട്.